നമസ്കാരം. ഇരിക്കൂ. എന്താണ് ബുദ്ധിമുട്ട്? കൈകളിൽ ഒരു തരം തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് പോലെ തോന്നുന്നുണ്ടോ? ചിലപ്പോൾ രാത്രിയിലൊക്കെ വേദന കൂടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിശദമായിട്ട് നോക്കാം. നോക്കൂ, ഈ പറയുന്ന കൈകളിലെ മരവിപ്പ്, തരിപ്പ് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കൂടുന്ന വേദന, ഇതൊക്കെ ഒരുപാട് പേർക്ക് കാണുന്ന ഒരു പ്രശ്നമാണ്. എൻ്റെ അടുത്ത് വരുന്ന പല രോഗികളും ഇതേ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണയായി കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ശരി, ഈ ബുദ്ധിമുട്ട് കൈൻ്റെ എല്ലാ ഭാഗത്തുമുണ്ടോ, അതോ പ്രധാനമായും ഈ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, പിന്നെ മോതിരവിരലിൻ്റെ ഈ പകുതി, ഈ ഭാഗത്താണോ കൂടുതൽ അനുഭവപ്പെടുന്നത്? നോക്കൂ, ഈ വിരലുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത് മീഡിയൻ നെർവ് എന്ന് പറയുന്നൊരു ഞരമ്പാണ്. അപ്പോൾ പ്രശ്നം അവിടെയാണെങ്കിൽ നമ്മൾ സംശയിക്കുന്ന അവസ്ഥ തന്നെ ആവാനാണ് സാധ്യത. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ പറയുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം? പേര് കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കൈയിലേക്ക് പോകുന്ന ഒരു മെയിൻ വയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇലക്ട്രിക് വയർ പോലെ. ഇതിൻ്റെ പേരാണ് മീഡിയൻ നെർവ്. ഈ ഞരമ്പ് നമ്മുടെ കൈത്തണ്ടയിൽ, അതായത് മണിബന്ധത്തിൽ, ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് കൈയിലേക്ക് കയറുന്നത്. ആ ഇടുങ്ങിയ വഴിയിൽ വെച്ച് ഈ ഞരമ്പൊന്ന് ഞെരുങ്ങിപ്പോയാൽ അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അത്രയുള്ളൂ സംഭവം. ഈ പറഞ്ഞ ഇടുങ്ങിയ വഴിയില്ലേ, അതിനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. ഒരു തുരങ്കം പോലെ സങ്കൽപ്പിക്കുക. ഈ തുരങ്കത്തിലൂടെ നമ്മുടെ മീഡിയൻ ഞരമ്പ് മാത്രമല്ല, വിരലുകളെ മടക്കാനും നിവർത്താനും സഹായിക്കുന്ന കുറേ ചരടുകളും കടന്നുപോകുന്നുണ്ട്. അപ്പോൾ ഈ തുരങ്കത്തിനകത്ത് എന്തെങ്കിലും കാരണവശാൽ നീർക്കെട്ടുണ്ടായാൽ എന്ത് സംഭവിക്കും? ഉള്ളിലുള്ള സാധനങ്ങൾക്കെല്ലാം കൂടി ഞെരുങ്ങും. ഒരു ചെറിയ വഴിയിൽ ഒരുപാട് വണ്ടികൾ കുടുങ്ങിയാലുണ്ടാകുന്ന ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെ. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത് സോഫ്റ്റായ മീഡിയൻ ഞരമ്പിലാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഞെരുക്കം വരുന്നത്, അല്ലേ? ഇതിനൊരു പ്രത്യേക കാരണം കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഈ തുരങ്കത്തിന് വീതി കുറവായിരിക്കും. പിന്നെ കൈത്തണ്ട ഒരുപാട് ഉപയോഗിക്കുന്ന ജോലികൾ, ഉദാഹരണത്തിന് ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നവർ അല്ലെങ്കിൽ തയ്യൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് വരാം. ഇതുകൂടാതെ ഗർഭാവസ്ഥയിൽ ശരീരത്തിൽ നീര് വരുമല്ലോ, അതുമൊരു കാരണമാകാം. പ്രമേഹം, തൈറോയിഡ്, അമിതവണ്ണം, ഇതൊക്കെ ഇതിൻ്റെ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. പലപ്പോഴും ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ പ്രശ്നം തലപൊക്കുന്നത്. ശരി, അപ്പോ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ എന്ന് ഞാനൊരു ഡോക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് എന്ന് പറയാം. പേടിക്കേണ്ട, വലിയ ടെസ്റ്റുകളൊന്നുമല്ല ആദ്യം ചെയ്യുക. കുറച്ച് ലളിതമായ പരിശോധനകളുണ്ട്. ഞാൻ നിങ്ങളുടെ കൈയൊന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ കൈത്തണ്ട ഇതുപോലെ താഴേക്ക് മടക്കി പിടിക്കാൻ പറയും 1 മിനിറ്റത്തേക്ക്. അല്ലെങ്കിൽ ഈ ഞരമ്പ് പോകുന്ന ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിനോക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഞരമ്പൊന്ന് ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലേക്ക് ഒരു തരിപ്പ് പോലെ വരുന്നുണ്ടെങ്കിൽ അത് ഈ പ്രശ്നത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ചെറിയ പരിശോധനകൾ മാത്രം മതിയോ ഇതുറപ്പിക്കാൻ, അതോ വേറെ വല്ല വലിയ ടെസ്റ്റുകളും ചെയ്യേണ്ടി വരുമോ എന്ന്? അതെ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ഉറപ്പുവരുത്തേണ്ടി വരും. അതിനാണ് നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അല്ലെങ്കിൽ NCS/EMG ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞരമ്പിൻ്റെ ഒരു സ്കാനിംഗ് പോലെയാണ്. നമ്മുടെ ഞരമ്പിലൂടെ ചെറിയ കറണ്ട് പാസ് ചെയ്ത് ആ സിഗ്നലുകൾ എത്ര വേഗത്തിൽ പോകുന്നുണ്ടെന്ന് നോക്കും. ഞെരുക്കമുണ്ടെങ്കിൽ സിഗ്നൽ പതുക്കെയാവും. ഇതിലൂടെ ഞരമ്പിന് എത്രത്തോളം തകരാറുണ്ട്, പ്രശ്നം എത്ര ഗുരുതരമാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ശരിയായ ചികിത്സ തീരുമാനിക്കാൻ ഈ ടെസ്റ്റ് വളരെ പ്രധാനമാണ്. ഈ ടെസ്റ്റിനെക്കുറിച്ച് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. പല രോഗികളും ടെസ്റ്റിന് മുൻപ് പേടിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞിട്ട് പറയും, ഡോക്ടറെ, ഇതൊരു ചെറിയ ഷോക്ക്, നമ്മൾ കാർപ്പറ്റിലൊക്കെ നടക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് അടിക്കില്ലേ, അതുപോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ സിമ്പിളായിരുന്നു എന്ന്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ രോഗം ഇതാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചികിത്സയാണ്. നമുക്ക് എന്തൊക്കെ ചികിത്സാ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. നമ്മളെപ്പോഴും ഏറ്റവും ലളിതമായ സർജറി ഒന്നുമില്ലാത്ത വഴികളിൽ നിന്നാണ് തുടങ്ങുന്നത്. ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ചാണ്. തുടക്കത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ അത്രയ്ക്ക് രൂക്ഷമല്ലെങ്കിൽ, നമുക്ക് ഓപ്പറേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ നോക്കാം. അതിലൂടെ ഞരമ്പിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കാം. എന്നാൽ പ്രശ്നം വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ചികിത്സകളൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ, ഞരമ്പിന് കൂടുതൽ സ്ഥലമുണ്ടാക്കി കൊടുക്കാനായി സർജറിയെപ്പറ്റി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഓപ്പറേഷനില്ലാത്ത ചികിത്സകളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമതായി, രാത്രി ഉറങ്ങുമ്പോൾ കൈത്തണ്ട വളയാതെ നേരെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു സ്പ്ലിന്റ് അല്ലെങ്കിൽ ബ്രേസ് ഉപയോഗിക്കാൻ പറയും. നമ്മൾ അറിയാതെ ഉറക്കത്തിൽ കൈ മടക്കി വയ്ക്കുമ്പോൾ ഞരമ്പ് കൂടുതൽ ഞെരുങ്ങും. ഈ സ്പ്ലിന്റ് അത് തടയും. രണ്ടാമത്, കൈത്തണ്ടയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ വരുന്ന ജോലികൾ തൽക്കാലത്തേക്ക് കുറയ്ക്കുക.
പിന്നെ ആ ഭാഗത്തുള്ള നീർക്കെട്ട് പെട്ടെന്ന് കുറയ്ക്കാൻ ചിലപ്പോൾ നമ്മൾ ആ ടണലിനകത്തേക്ക് ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ഇത് പലർക്കും നല്ല ആശ്വാസം കൊടുക്കാറുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടും വലിയ മാറ്റമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ വളരെ ഗുരുതരമാണെങ്കിൽ നമുക്ക് സർജറിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. സർജറി എന്ന് കേട്ട് പേടിക്കേണ്ട. ഇത് വളരെ ഫലപ്രദമായ ഒരു ശാശ്വത പരിഹാരം നൽകുന്ന ഒന്നാണ്. ഈ ഓപ്പറേഷന് നമ്മൾ കാർപ്പൽ ടണൽ റിലീസ് എന്നാണ് പറയുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ തുരങ്കത്തിനൊരു മേൽക്കൂരയുണ്ടല്ലോ, ഒരു കട്ടിയുള്ള ബാൻഡ് പോലെ, അതിനെ ലിഗമെന്റ് എന്ന് പറയും. ഈ ലിഗമെന്റാണ് ഞരമ്പിനെ ഞെരുക്കുന്നത്. സർജറിയിൽ നമ്മൾ ഈ ലിഗമെന്റ് ചെറുതായിട്ടൊന്ന് മുറിച്ചുവിടും. അപ്പോൾ എന്തു പറ്റും? ആ തുരങ്കം വലുതാകും, ഞരമ്പിന് ധാരാളം സ്ഥലം കിട്ടും, പ്രഷർ കുറയും. ഇത് വളരെ ചെറിയൊരു പ്രൊസീജിയറാണ്. കൈ മാത്രം മരവിപ്പിച്ച് ചെയ്യാൻ പറ്റും. സാധാരണയായി ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് തന്നെ വീട്ടിൽ പോവുകയും ചെയ്യാം. അപ്പോൾ ചികിത്സ കഴിഞ്ഞാൽ പിന്നെന്താണ്? റിക്കവറി എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വരുന്ന ചില പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ അസുഖം നമ്മൾ ചികിത്സിക്കാതെ വിട്ടാൽ എന്ത് സംഭവിക്കും? കുറേ കാലം ഞരമ്പ് ഇങ്ങനെ ഞെരുങ്ങിയിരുന്നാൽ അതിന് സ്ഥിരമായി ഒരു കേടുപാട് സംഭവിക്കും. പിന്നീട് നമ്മുടെ ഈ തള്ളവിരലിൻ്റെ അടുത്തുള്ള മസിലുകൾ ശോഷിച്ചു പോകാൻ തുടങ്ങും. അങ്ങനെ വന്നാൽ പിന്നെ കൈയിൻ്റെ ഗ്രിപ്പും ശക്തിയുമൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ശരിയായ സമയത്ത് ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ സർജറി വേണ്ടിവരുന്ന ചില കേസുകളിൽ പോലും അത് ഒഴിവാക്കാൻ സഹായിച്ചേക്കാവുന്ന പുതിയൊരു ചികിത്സാരീതി വന്നിട്ടുണ്ട്. വളരെ ലളിതവും പ്രതീക്ഷ നൽകുന്നതുമായൊരു ഓപ്ഷനാണിത്. ഇതിന്റെ പേരാണ് അൾട്രാസൗണ്ട് ഗൈഡഡ് ഹൈഡ്രോഡിസെക്ഷൻ. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒട്ടിച്ചേർന്നിരിക്കുന്ന 2 പേപ്പറുകൾക്കിടയിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് അതിനെ പതിയെ വേർപെടുത്താറില്ലേ? ഏതാണ്ട് അതുപോലെയാണ്. ഇവിടെ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിച്ച് ഞരമ്പ് എവിടെയാണോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തും. എന്നിട്ടൊരു ചെറിയ സൂചി ഉപയോഗിച്ച് അവിടേക്ക് കുറച്ച് ഉപ്പുവെള്ളം, അതായത് സെലൈൻ, ഇഞ്ചെക്റ്റ് ചെയ്യും. ഈ വെള്ളത്തിന്റെ പ്രഷറിൽ ഞരമ്പ് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നിന്ന് പതിയെ വേർപെടും. ഞരമ്പിന് സ്വതന്ത്രമായി ചലിക്കാനുള്ള സ്ഥലം കിട്ടും. സർജറി ഇല്ലാതെ തന്നെ ഞരമ്പിനെ ഫ്രീ ആക്കുകയാണ് നമ്മൾ. വെറുമൊരു 15 മിനിറ്റൊക്കെ മതി ഈ ഒരു പ്രൊസീജിയറിന്. പുതിയ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, ഈ ഒരു സിമ്പിൾ പ്രൊസീജിയർ കൊണ്ട് രോഗികൾക്ക് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ്. സർജറി ചെയ്യാൻ പേടിയുള്ളവർക്കും അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവർക്കും ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൈകളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? അതുകൊണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത്. മടിക്കാതെ ഒരു ഡോക്ടറെ കാണുക.